ഇപ്പോൾ കാലാവസ്ഥാ വിദഗ്ധൻ ഡോക്ടർ പി വിജയകുമാർ കൂടെ നമ്മോടൊപ്പം ചെയ്യുന്നുണ്ട്. ഡോക്ടർ പി വിജയകുമാർ, ഇന്നിപ്പോൾ 8 ജില്ലകളിൽ അലർട്ട് നൽകിയിട്ടുണ്ട്. നമ്മൾ ഈ ജില്ലകളിലൊക്കെ തന്നെ ബന്ധപ്പെടുമ്പോൾ ഇടുക്കിയിലടക്കം വലിയ രീതിയിൽ ശക്തമായ മഴയുണ്ട്. പലയിടങ്ങളിലും ഒക്കെ തന്നെയും വെള്ളം കെട്ടിക്കിടക്കുന്ന രീതിയിലേക്കൊക്കെ പോകുന്നു. ആ ഒരു രീതിയിലൊക്കെ അവിടെയൊക്കെ പെയ്യുകയാണ്. എങ്ങനെയാണ് ഇനി വരും ദിവസങ്ങളിലും മഴ ശക്തമാകുമോ? കാലവർഷം വീണ്ടും ശക്തമാകുന്ന ഒരു സൂചന തന്നെയാണോ ഈ നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്? കാലവർഷം വീണ്ടും ഒരു സജീവാവസ്ഥയിലേക്ക് വരികയാണ്. ശക്തമാവുക അല്ലെങ്കിൽ കാലവർഷത്തെ നമ്മൾ ഭയപ്പെടുന്ന രീതിയിലോ ആശങ്കപ്പെടുന്ന രീതിയിലോ ഒന്നും കരുതണ്ട. കാരണം നമ്മളുടെ വയനാട് ഇപ്പോൾ തന്നെ 60% മഴ കമ്മിയാണ് ഇതുവരെ കിട്ടേണ്ട മഴയിൽ. ഇടുക്കിയിലെ മഴ 50% കുറവാണ്. അതുകൊണ്ട് മഴ സജീവമാവുക, മഴ നമുക്ക് ലഭിക്കുക. അപ്പൊ മഴ വരുന്നു എന്ന് പറയുമ്പോൾ ആശങ്കയല്ല, നമുക്ക് സത്യം പറഞ്ഞെങ്കിൽ ആശ്വാസമാണ് വരേണ്ടത്. കാരണം കേരളത്തിൽ മഴ കുറവാണ്. മഴ ഇപ്പോൾ ഒരു സജീവ കാലഘട്ടത്തിലേക്ക് വീണ്ടും കടക്കുകയാണ്. മഴയുടെ മൺസൂണിന്റെ തന്നെ വടക്കോട്ടുള്ള പ്രയാണം ഒരാഴ്ചയോളമായിട്ട് സ്തംഭനാവസ്ഥയിലായിരുന്നു. ഇപ്പോ അത് കുറേയും കൂടി വടക്കോട്ട് ഇപ്പൊ നീങ്ങിയിട്ടുണ്ട്. 1-2 ദിവസത്തിനുള്ളിൽ ഇപ്പൊ ഇന്ന് പൂനെ വരെ എത്തിയിട്ടുണ്ട്. കൊൽക്കത്ത ഭാഗത്ത് ഒക്കെ മഴ ലഭിച്ചു തുടങ്ങിയിട്ടുണ്ട്. അറബിക്കടലിന്റെ മുക്കാൽ ഭാഗവും മൺസൂൺ എത്തി. ഇനി 2 ദിവസത്തിനുള്ളിൽ ബോംബെയിലേക്കും പിന്നെ തുടർന്ന് അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ കൂടുതൽ വടക്കോട്ടും മഴ പുരോഗമിക്കും. അതിന്റെ ഭാഗമായി തന്നെ ഇതിന് മഴ പെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് മൺസൂൺ സമയത്ത് നമുക്ക് സജീവകാല അവസ്ഥകളും നിർജീവ അവസ്ഥകളും വരും. അപ്പൊ ഈ സജീവ അവസ്ഥകളിലാവുമ്പോഴാണ് നമ്മളുടെ മഴയ്ക്ക് ശക്തി കൂടുന്നതും അല്ലെങ്കിൽ മഴ എന്തെങ്കിലും നമുക്ക് ദോഷങ്ങളൊക്കെ കേരളത്തിലൊക്കെ അതിശക്തമായ മഴ പെയ്ത്തിന്റെ ദോഷഫലങ്ങളൊക്കെ ഉണ്ടാവുന്നത്. പക്ഷെ അത്തരം ഒരു സാഹചര്യം നിലവിലില്ല. കാരണം ന്യൂനമർദ്ദങ്ങൾ ഉണ്ടാവുകയോ ബംഗാൾ ഉൾക്കടലിന്റെ വടക്കൻ ഭാഗത്ത് വലിയ ഒരു ഡീപ് ഡിപ്രഷൻ ഒക്കെ ഫോം ചെയ്യുകയോ ഒക്കെ ചെയ്യുമ്പോഴാണ് നമുക്ക് കേരളത്തില് ശക്തമായ നിലയ്ക്കാത്ത തുടർച്ചയായിട്ടുള്ള മഴ ലഭിക്കുകയും അത് വലിയ നാശനഷ്ടങ്ങൾക്കെല്ലാം കാരണമാവുകയും ചെയ്യുന്നത്. നിലവിൽ അടുത്ത ഒരാഴ്ചയുടെ ഉള്ളില് അത്തരം ഒരു ന്യൂനമർദ്ദം രൂപപ്പെടാനുള്ള സാധ്യത കുറവാണ്. അതുകൊണ്ട് തന്നെ കേരളത്തില് സാധാരണ ലഭിക്കുന്ന മഴ ലഭിക്കാൻ സാധ്യതയുണ്ട്. ആ മഴ നമുക്ക് ലഭിച്ചേ പറ്റൂ. 2-3 ദിവസത്തേക്ക് എന്തായാലും നമുക്ക് മഴ ലഭിക്കും. 24-ാം തീയതി മഴ കുറവായിരിക്കും. അത് കഴിഞ്ഞിട്ടുള്ള ദിവസങ്ങളിലും മഴ നമുക്ക് ചെറുതായിട്ടെങ്കിലും മോശമില്ലാത്ത രീതിയിൽ ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അത് നമുക്ക് ആശ്വാസം തരുന്ന ഒരു സാഹചര്യമാണുള്ളത്. പറഞ്ഞതുപോലെ തന്നെ കാലാവസ്ഥയിൽ വലിയ രീതിയിലുള്ള ഒരു മാറ്റമാണല്ലേ ഈ ഒരു വർഷം അനുഭവപ്പെടുന്നത്? കാരണം മുൻപ് ഒന്നും തന്നെ അല്ലെങ്കിൽ അതിനുപരിയായിട്ട് വലിയ രീതിയിലുള്ള ഒരു മാറ്റം തന്നെയാണോ? എങ്ങനെയാണ് നമ്മൾ ഇന്ന് അനലൈസ് ചെയ്യുമ്പോൾ മനസ്സിലാകുന്നത്? മൺസൂൺ സമയം നമുക്ക് ശരിക്കും ഈ ഇടവപ്പാതിയിൽ മഴ വന്നില്ല. പക്ഷെ ഇന്നിപ്പോ തിരുവാതിര ഞാറ്റുവേലയ്ക്ക് മഴ പെയ്യാൻ തുടങ്ങുകയും ചെയ്തു. അപ്പൊ ചില സമയത്തൊക്കെ നമ്മളുടെ ഞാറ്റുവേലകൾക്ക് അനുസൃതമായും ചില സമയത്ത് നമ്മളുടെ മൊത്തം അവസ്ഥാന്തരങ്ങളെ കാലഘട്ടങ്ങളായിട്ടുള്ള നമ്മളുടെ മഴയുടെ സ്വഭാവ രീതികളെ മുഴുവൻ മാറ്റിമറിച്ചുകൊണ്ടും ആണ് മൺസൂൺ ബിഹേവ് ചെയ്യുന്നത്. അങ്ങനെയുള്ള മൺസൂണിന്റെ സ്വഭാവം കുറച്ച് വർഷങ്ങളായിട്ട് ഒരു 10-15 വർഷങ്ങളായിട്ട് നമ്മൾ സ്ഥിരമായിട്ട് ഓരോ വർഷവും ഓരോ മൺസൂണാണ് നമുക്ക് അനുഭവപ്പെടുന്നത്. അതിന്റെ താളാത്മകത നഷ്ടപ്പെടുന്നുണ്ട്. അതുകൊണ്ട് ഈ വർഷം പ്രത്യേകിച്ച് മഴ കുറവാണ് എന്നുള്ളതാണ് പ്രശ്നം. പെയ്യുന്ന മഴ ചില സ്ഥലങ്ങളിൽ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ശക്തമായ മഴ പെയ്യുകയും എന്നാൽ പൊതുവെ കേരളത്തിൽ ലഭിക്കേണ്ട മഴ നമുക്ക് ഈ സമയമായിട്ടും കിട്ടാതിരിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഇത് കുറച്ച് വർഷങ്ങളായിട്ടുണ്ട്. പെയ്യുന്ന സമയത്ത് തീവ്രത കൂടുകയും അല്ലാത്ത സമയത്ത് വരൾച്ച സമാനമായ സാഹചര്യം, കൊടും വേനലിന്റെ അവസ്ഥയായിരുന്നു കഴിഞ്ഞ 2 ദിവസം മുമ്പ് കേരളത്തിലുണ്ടായിരുന്നത്. പക്ഷെ ഇപ്പൊ നമുക്ക് മഴയുടെ വീണ്ടും ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. അടുത്ത ദിവസങ്ങളിൽ നമുക്ക് മഴ ലഭിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. വീണ്ടും ഈ സീസൺ അവസാനിക്കുമ്പോൾ നമുക്ക് കിട്ടേണ്ട ഒരു വർഷം ലഭിക്കേണ്ട ഈ ഇടവപ്പാതി സമയത്ത് ലഭിക്കേണ്ട മഴ മുഴുവനായിട്ട് കിട്ടുമെന്ന് പ്രത്യാശിക്കാം. ശരി, വളരെ നന്ദി പ്രതികരണത്തിന്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.